നമ്മുടെ യുവത്വം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം അല്ലേ. നമ്മുടെ സ്കിന്നിന് വലിയ ചുളിവുകൾ വരാതെ, മുഖം തൂങ്ങിപ്പോകാതെ, നമ്മുടെ മുടിയുടെയും സ്കിന്നിന്റെയും തിളക്കം നിലനിർത്തുകയും കണ്ണുകളുടെ ആ ഒരു ഭംഗി നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം പ്രായമായിരുന്നാലും ചെറുപ്പമുണ്ട്, യുവത്വമുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. യുവത്വം പ്രധാനമായിട്ടും നിലനിർത്തുന്നതിന് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വൈറ്റമിൻ ഇ പ്രധാനമായിട്ടും ആവശ്യമാണ്. വൈറ്റമിൻ ഇയുടെ ഫംഗ്ഷൻ നമ്മുടെ സ്കിന്നിന്റെ സൗന്ദര്യം നിലനിർത്തുക മാത്രമല്ല, നമ്മുടെ കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന്, നമ്മുടെ രക്തക്കുഴലിന്റെ ആരോഗ്യം ബെറ്റർ ആക്കുന്നതിന്, ഫാറ്റി ലിവർ രോഗം ചെറുക്കുന്നതിനെല്ലാം വൈറ്റമിൻ ഇ ആവശ്യമാണ്. വൈറ്റമിൻ ഇ പ്രധാനമായിട്ട് ശരീരത്തിൽ കിട്ടുന്ന ചില ഇനം ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ബദാമാണ്. ദിവസവും 17 മുതൽ 25 ബദാം വരെ കുതിർത്തിട്ട് കഴിക്കാൻ നോക്കുക. ഉയർന്ന അളവിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് സൺഫ്ലവർ സീഡാണ്. സൺഫ്ലവർ സീഡ് സാധാരണ പക്ഷികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കും, മനുഷ്യർ കഴിക്കാറില്ല. സൺഫ്ലവർ സീഡ് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ നാച്ചുറൽ വൈറ്റമിൻ ഇ അത്യാവശ്യം നല്ല അളവിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭക്ഷണമാണ് ചീര. പതിവായിട്ട് ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ചീര കഴിക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ നിലക്കടല അഥവാ കപ്പരണ്ടി അത്യാവശ്യം നല്ല അളവിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ്. പപ്പായക്കകത്ത് ഒരേപോലെ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ സ്കിന്നിന് ആരോഗ്യകരമായിട്ട് വർക്ക് ചെയ്യും. അവക്കാഡോ നാച്ചുറൽ ആയിട്ട് ഏറ്റവും നല്ല ഗുഡ് കൊളസ്ട്രോൾ, ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള, ഗുഡ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗവുമാണ് അവക്കാഡോ. ഇത് ആഴ്ചയിൽ 1-2 എങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു രീതിക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യുവത്വം നിലനിർത്താനായിട്ട് സാധിക്കും.